ഗുരുവിൻ്റെ വെള്ളം വല്ലാത്ത വെള്ളമാണ് ന്യൂസ് കുടിച്ചിരിക്കണത് കേട്ടോ. ഗുരുവിൻ്റെ വെള്ളേ വല്ലാത്ത വെള്ളമാണ് ന്യൂസ് കുടിച്ചിരിക്കണത്. ന്യൂസ് ഒരു മുസാവറൊന്നുമല്ല, 10,000 ഇതുപോലത്തെ മുസാവറ വന്നാലും കഴിയൂല. അഥവാ ഈ മുസാവറകളിലുള്ള ആളുകളൊക്കെ ഇവനെ പെറ്റന്ന് മുതൽ പഠിപ്പിക്കലെടുത്തിയതാണ്. ഈ പറയപ്പെട്ട വീട്ടും ഇപ്പം അടുത്ത് വന്ന ആളാണ്. 2013 കാട്ടുന്നിറങ്ങിയ ആളാണ്. ആര്? നമ്മളെ കോമാട്ടുചാലിനെത്തു ഇപ്പോൾ 2013 കാട്ടുന്നിറങ്ങിയ ആളാണ്. ആ സമയത്ത് അതുവരെ ഓൻ്റെ ഉള്ള ആളുകൾ, ഓൻ്റെ ഗുരു, ഓൻ്റെ ശൈഖും എല്ലാം എവിടെയാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ ഓനെ പഠിപ്പിച്ചേ. എന്നിട്ട് അങ്ങനത്തെ 10,000 ആൾക്കാർ മുസാവറ വന്നാലും ഞങ്ങളെ ഗുരുവിനെ തെറ്റിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. ആ പറയണേ ന്യൂസ് ഒന്ന് പറയട്ടെ. നിങ്ങളെ ഗുരുവിന്റെ കൂടെ കൂടിയത് ഗുരു കെട്ടുന്ന തലപ്പാവിന്റെ വലിപ്പം കണ്ടിട്ടല്ല. അപ്പൊ എനക്കെന്നെ മനസ്സിലായിക്കണം, അത്യാവശ്യം വലിയ തലീക്കെട്ടാണ് കിട്ടണെന്നുള്ളതില്ലേ. ഗുരു അത്യാവശ്യം വലിയ തലീക്കെട്ടാണ് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായിക്കണേ അല്ലേ. അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും വലിയത് കെട്ടലെടുത്തിയല്ലോ. അവരുടെ സൗന്ദര്യം കണ്ടിട്ടല്ല. സൗന്ദര്യം നോക്കിയില്ല, അത്യാവശ്യം ആള് തിരക്കടില്ലട്ടാ. ആള് ചൊങ്കനാണ്, ജാങ്കനൊന്നും പറയല്ലേ. അവർ അല്ലാഹുവിൽ നിന്ന് വന്ന ഈ ഉമ്മത്തിന്റെ നായകനാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരു അണുവളവ് പടച്ചോനെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അല്ലാഹുവിൽ നിന്ന് വന്ന ഈ ഉമ്മത്തിന്റെ നായകനാണ്. അള്ളാഹുവിൽ നിന്ന് വന്ന ഈ ഉമ്മത്തിന്റെ നായകനാണ്. അപ്പൊ അള്ളാഹു തആല ഒരു പ്രവാചകനായിട്ട് അയച്ച ആളാണ് ഇപ്പോ. അള്ളാഹു തആല ഇപ്പൊ ഈ ഉമ്മത്തിലേക്ക് ഒരു പ്രവാചകനായിട്ട് അയച്ച ആളാണ്. അതല്ല ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൽ നിന്ന് വന്ന ഈ ഉമ്മത്തിന്റെ ഒരു നായകനാണ് എന്ന് പറഞ്ഞാല് എന്താ ഇപ്പൊ ഈ പറയണത്? എന്താണ് ഔഷാദേ ജി പറഞ്ഞു കൊണ്ടിരിക്കണത്? ഈ ഉമ്മത്തിന്റെ നായകനാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്ഥാനം എന്തേ അല്ലേ? അപ്പോൾ ഒരു നബിയാണെന്ന് വാദിക്കുന്നിടത്തേക്ക് ഈ ഹയവാനങ്ങൾ എത്തിച്ചു. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാതെ എന്തെങ്കിലും പറയണേ, എന്തെങ്കിലും വിളിച്ചു പറയണേ? പറയണത് ചില വാക്കുകളൊക്കെ തെറ്റിന്ന് വരും, പക്ഷെ ഇതങ്ങനല്ലേ, എല്ലാം തെറ്റാണ്. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ചെക്കനായിരുന്നു. എങ്ങനെ കുഴപ്പത്തിലായി? ആ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ നിങ്ങളെപ്പോലൊരു 10,000 മുശാവറ വന്നാലും സാധ്യമല്ല. അത് കഴിയൂല. എൻ്റെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ 10,000 ഇതുപോലത്തെ മുശാവറ വന്നാലും സാധിക്കൂല. അതുറപ്പാ. അത് കഴിയൂല. കാരണം എൻ്റെത് അങ്ങനെ ആയി മാറി. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇജ്ജ് അവിടെയും പ്രസംഗിക്കും, ഇവിടെയും പ്രസംഗിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അന്നെ ഏതിലാ കൂട്ടുക? നമ്മൾ കൂട്ടുക? നിന്റെ മുന്നേ ഒരുപാട് പറഞ്ഞിട്ടീനു, അതും ഉണ്ടായിരുന്നു തീരെ. നമ്മൾ വിട്ടുനിന്നിട്ടുണ്ട്. ഇനി വിട്ടു നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അബദ്ധമാണ്. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അത് ഇനി ഹാഫിദ് ഉസ്താദ് എന്നല്ല, ഏത് വിഷയത്തിലാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് എന്താണോ അത് തന്നെയാണ് നമ്മുടെ നിലപാട് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുക. അപ്പുറത്തെന്താ കേട്ടത്? നിങ്ങളെ ഇതിന് 10,000 സമസ്ത ഇതുപോലത്തത് വന്നാലും നമ്മൾ അംഗീകരിക്കൂല പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? സമസ്ത പറഞ്ഞതിൻ്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. സമസ്ത എന്താണോ പറഞ്ഞത്, വിട്ടു നിൽക്കാൻ പറഞ്ഞു, ഹാഫിദിനോട് കൂട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞു, അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അതാണ് കേട്ടില്ല നിങ്ങൾ? രാമന്തള്ളിയുടെയും ജിസാന്മാരുടെയും പണിയിൽപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ AP ഉസ്താദിനെയും പേരുടെ ഉസ്താദിനെയും വിമർശിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അവർ തോക്ക് ചൂണ്ടിക്കാണ്ടാണോ നിങ്ങളോട് അത് പ്രസംഗിപ്പിച്ചത്? തോക്ക് ചൂണ്ടിയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. പക്ഷെ തോക്ക് ചൂണ്ടുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അങ്ങനെ എത്തിച്ചു എന്നതാണ് ശരി. ചോദ്യകർത്താവ് ചോദിക്കുന്ന എന്താണ്?
നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഹാഫിദിൻ്റെ ഒപ്പം കൂടിയിട്ട് AP ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ഒക്കെ ഇങ്ങനെ പറയാൻ മാത്രം നിങ്ങളോട് തോക്ക് ചൂണ്ടിയിട്ടാണോ നിങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിച്ചത്? അപ്പോനോടെ ഈ ഗ്ലിമ്പ്യ ചിരി അങ്ങനൊന്നുമല്ല. ഒരാ ചിരിയും ചേർത്തിട്ട് പറയാം അതൊന്നുമല്ല. തോക്ക് ചൂണ്ടിക്കുകയാണെങ്കിൽ അതത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ മനസ്സിനാണ് പാകപ്പെടുത്തി. അതിലേക്ക് ഇവരെ പറഞ്ഞുകാണ്ട് മനസ്സിനെ അതിലേക്കാണ് പാകപ്പെടുത്തി. അതാ പറയുന്നത്. അതായത് തോക്ക് കൊണ്ട് ചിലപ്പോ കൊല്ലലല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ തന്നെ ആ ഒരു പക്വതയിലേക്ക് അത് ചെന്നെത്തിച്ചു. ഞാൻ കൃത്യമായി പറഞ്ഞു തന്നാൽ ഇതെന്നും ഉപദേശം തന്നെയല്ലേ. പിന്നെ അതിന്റെ പുറമെ ഓരോ കാര്യങ്ങളും എണ്ണി പറയുകയും നിങ്ങൾ എന്നും ഉപദേശത്തല്ലേ. ഈ വലിയ വലിയ മഹാന്മാർ ഇങ്ങനെ പറയല്ലേ. അപ്പോൾ ആണിച്ചാലോ ഓനാണിച്ചാൽ കുറച്ച് കടുത്ത കുടുങ്ങി നിൽക്കുമല്ലേ നൗഷാദ്. അപ്പോൾ ഷെയ്ഖിൻ്റെ അടുത്തേക്കാണ് ചെന്നപ്പോൾ കുറച്ച് മലയാളിമാരൊക്കെ ഉണ്ടായപ്പോൾ അവിടുന്ന് കുറച്ച് ചില്ലറ കിട്ടുകയും ചെയ്തു. അപ്പം പിന്നെ ഷെയ്ഖിൻ്റെ ഒപ്പം കൂടി. പിന്നെ എന്നും ഉപദേശം തന്നെയല്ലേ. ഇതിന് പ്രസംഗിക്കാൻ പോയാൽ എന്താ ഉണ്ടാകുക? ഒരു 2000 റുപ്യയും കിട്ടും, ഒരു 300 റുപ്യ എണ്ണ അടിച്ചാലും കിട്ടും, 2300 റുപ്യ ആ കിട്ടുള്ളൂ. മറ്റേത് അങ്ങനല്ലല്ലോ, മറ്റേത് അങ്ങനൊന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പൈസയും കൊടുത്തു, നല്ലോണം ഉപദേശിച്ചും കൊടുത്തു. അപ്പം അതിലങ്ങോട്ട് നിന്ന് ഇനി എന്തായാലും വേണ്ടില്ല പഴയ പേരോട് ഉസ്താദിനെ പഴയ പൊന്മള ഉസ്താദിനെ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി എടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസംഗം നടന്നത്. അതൊക്കെ ശരി തന്നെയാണ്. എനിക്കിങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ, ഇങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ, ഏതായാലും ഇപ്പം നമുക്കൊന്ന് ഇങ്ങോട്ട് പോയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞുകാണ്ട് മനസ്സിനങ്ങോട്ട് മറിച്ചെടുത്തിട്ട് ഓനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാണ്. അതൊക്കെ ഓൻ പറഞ്ഞത് ശരി തന്നെ. അതന്നെ ഓനെ പറ്റി കേട്. പൈസ ഉണ്ട് മാറിയാ. ആ പ്രസംഗം നടന്നതിന്റെ ശേഷം പിന്നെ ഉസ്താദുമാർ വിളിച്ചു. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഞാൻ അവിടെ ഓർക്കുന്നത് നമ്മുടെ അക്സരിമാരായ നമ്മുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഹിയാ ഉസ്സുന്നയിലെ ഉസ്താദുമാർ, അവരെല്ലാവരും വിളിച്ചു. വിഷയത്തിന്റെ ഗൗരവം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തി ആഖിബത്തിനെ കുറിച്ച് മനസ്സിലാക്കി. ഓൻ ചേടാ ഇങ്ങനൊക്കെ ഉണ്ടായിട്ട് അന്നെ ഹിയാ ഉസ്സുന്നയിലുള്ള ഉസ്താദുമാര് അഹ്സനിമാര് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വിളിച്ച് എന്നോട് ഉപദേശിച്ചു. എന്നോടെന്ത് ചെയ്തു? ആഖിബത്തിനെ സംബന്ധിച്ച് വരെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ അതിൽ നിന്ന് മാറി അല്ലേ. എന്നിട്ട് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ നിന്ന് മാറി തിരിച്ചിങ്ങോട്ട് വന്നു. എനിക്കങ്ങനെ നിന്ന് പോയാൽ മതിയേനു നൗഷുവോ, അങ്ങനെ മതിയെന്നടാ. കാരണം എൻ്റെ ആഖിബത്തിനെ നശിപ്പിച്ചു, നമ്മളെ കാഴ്ചയിൽ തന്നെ നശിപ്പിച്ചു. കാഴ്ചയിൽ തന്നെ ഉണ്ടല്ലോ. നഹനു നഹക്കുമു ബിൽ ലവാഹിർ എന്നറിയില്ലേ. നമ്മൾ ലാഹിർ കൊണ്ട് വിധിക്കുക. ലാഹിർ കൊണ്ടല്ലേ ഇപ്പം നമുക്ക് വിധിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ലാഹിർ നമ്മൾ വിധിക്കുന്നത് വളരെ മോശമാണ്. എൻ്റെ ലാഹിർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ വിധിക്കുന്നത് വളരെ മോശമാണ്. അത്രയും മോശമായിട്ടാണ് എൻ്റെ പ്രവർത്തനം കാണുന്നത്. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും ബാക്കി പറയും. ആ ഒരു രൂപത്തിലുള്ള ഉപദേശവും കാര്യങ്ങളും ബന്ധപ്പെടലും ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ശൈഖുനാ ഓക്കെ ഉസ്താദിന്റെ ഒരു മദദ്, ഒരു സഹായം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ രാമന്ത്രിയെ പോലെ അപ്പുറത്ത് പോയി തെറി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അല്ലാഹു ശൈഖുനായുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ശിഷ്യന്മാരെയും അവിടുത്തെ അടുപ്പമുള്ള ആളുകളെയും അവിടുന്ന് സഹായിക്കുന്നു എന്നതാണ് ഇപ്പോൾ നടന്ന സംഭവത്തിന്റെ തുകയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ഷെയ്ഖുന ഓക്കെ ഉസ്താദിനൊക്കെ പതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഓക്കെ ഉസ്താദിൻ്റെ ആ മദതും ഓക്കെ ഉസ്താദിൻ്റെ ആ പൊരുത്തവും ഇങ്ങനെ നിരവധി കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ആ ഓക്കെ ഉസ്താദ് ഒന്നുമല്ലാത്ത ആളോ അവൻ്റെ ഇടയിൽ. ഓക്കെ ഉസ്താദിനൊന്നും അവൻ്റെ അത്ര എളിമില്ലെന്ന്. ഓക്കെ ഉസ്താദിനും ഇല്ല, സുലൈമാൻ ഉസ്താദിനില്ല, AP ഉസ്താദിനില്ല. ഇനി ഇതുപോലത്തെ ഒരു 10,000 സംസ്ഥ വന്നാൽ ഒരുക്കൊന്നും ബന്ധത്തര ഇൽമില്ല. അത്രയും തരം താഴ്ന്ന ഒരു മനുഷ്യനായി മാറിയല്ലോ ഇവന്. അത്രയും തരം താഴ്ന്നൊരു മനുഷ്യനായി മാറിയല്ലോ ഈ ചങ്ങായി നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം നോക്കി നിങ്ങൾ എന്തോരം നല്ല സംസാരം ബനി സംസാരിക്കണത്. അതിപ്പോ പറഞ്ഞ മാതിരി ഈ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായത്, ഒരു സീഡ് ഉണ്ടാക്കിയത്.
പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വല്ല പ്രയാസങ്ങൾ നേരിട്ടിട്ടുകൊണ്ടാണ് ഇങ്ങനെ വൺ വേ ആയിട്ട് മാത്രം ഇത് പോവോ? എങ്ങനെ ഈ പ്രസംഗം വൺ വേ മാത്രമായിട്ട്, അതായത് ഈ നമ്മളെ വിഭാഗത്തിനെ ഇപ്പൊ നിങ്ങൾ പുകഴ്ത്തി പറയുന്ന ഈ വിഭാഗത്തിന്, അതായത് AP വിഭാഗത്തിന്, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന സുന്നിയില്, ഈ സുന്നി വിഭാഗത്തിന് മാത്രം എതിർത്തുകൊണ്ട് പറയുന്ന സംസാരമായിട്ട് അവിടെ വരുമെന്ന്. അതെ, അത് വന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞു. എന്ത് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടും നമ്മുടെ വിശ്വാസവും ഇത് തന്നെയാണ്, ഇപ്പൊ പറഞ്ഞതാണ്. പിന്നെ ആ വന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്നും ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മളത് ന്യായീകരിക്കാൻ പോകുന്നതിന് പകരം അത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നു, പൂർണ്ണമായി കീഴടങ്ങുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്താലേ മൊത്തത്തിൽ ഞാൻ കീഴടങ്ങുന്നു. എൻ്റെ അടുത്തൊരു പാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അതിൽ നിന്ന്, അഥവാ ഇനി പറഞ്ഞുകൊണ്ട് തന്നെ എവിടെ അറിയോ, ഇവനൊന്ന് വിരലെടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ഈ കാന്തപുരം വിഭാഗത്തിന് എതിരായിട്ടൊന്ന് പ്രസംഗിച്ചു. പിന്നെ രണ്ടാമത്തെ പുറത്ത് പോയിട്ടൊരു CD ഇറക്കി. ആ CD ഇറക്കിയതും മതിയാകായിട്ട് പിന്നെന്ത് ചെയ്തു, പിന്നൊരു വിശദീകരണം നടത്തി. ആ വിശദീകരണമാണ് ഇപ്പോൾ ഈ പറയുന്നത്. എന്ത് ചെയ്തു, എന്നെങ്ങാനും ഈ സുന്നയിലുള്ള ഉസ്താദുമാർ ഉപദേശിക്കാൻ ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ, എൻ്റെ സുഹൃത്തുക്കളെ ഹസനിമാർ എന്നെ ഉപദേശിക്കാൻ ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ, ഞാൻ ഇന്ന് രാമന്തളിയെപ്പോലെ മറു സംഘടനയിൽ നിന്ന് കാന്തപുരം ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനെയും ഒക്കെ തെറി പറയുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അത് പിന്നെ OK ഉസ്താദിൻ്റെ കറാമത്താണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞിട്ട് ഇന്ന് ഇവൻ്റെ അത്തര തെറി പറയുന്നവർ, സുലൈമാൻ ഉസ്താദിനെ ഇവൻ്റെ അത്തര പറയുന്നവർ, കാന്തപുരം ഉസ്താദിനെ ഇവൻ്റെ അത്ര പറയുന്നവർ, AP വിഭാഗത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളെയും മുഴുവൻ പണ്ഡിതന്മാരെയും AP വിഭാഗം എന്നില്ല, ഏത് വിഭാഗമാണെങ്കിലും ഇവൻ്റെ